ഹലോ വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് ഒരു വെജിറ്റബിൾ പിസ്സയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓവൻ ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. പാനിലും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്, പാൻ വെക്കാതെയും പാനിൽ ഡയറക്റ്റ് വെക്കാതെയും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിതാ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിൽ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 3 ടീസ്പൂണോളം ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഡ്രൈഡ് ഈസ്റ്റിൻ്റെ പാക്ക്, ഞാൻ വാങ്ങിയ പാക്ക്. അധികം റേറ്റ് ഒന്നുമില്ല ഇതിന്. അപ്പോൾ 3 ടീസ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതങ്ങ് പൊങ്ങി വന്നോളും. ഇനി ഞാനിവിടെ 2 കപ്പ് മൈദ ഇവിടെ മെഷർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ 2 കപ്പിലേക്ക് 1/2 കപ്പ് വെള്ളം വേണം, അങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല. ഞാൻ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് പൊങ്ങി വരണം. അല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഈസ്റ്റ് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പിസ്സ ഡോ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരണം നമ്മുടെ ഈസ്റ്റ്. അപ്പോഴാണ് നമ്മുടെ പിസ്സ ഡോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അടിപൊളിയായിട്ട് അങ്ങ് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ മൈദ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ മൈദ അരിച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്, ഡയറക്റ്റ് തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് ആദ്യം ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൂടുതൽ നനവോടെ തന്നെ കയ്യിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത വെള്ളം എനിക്ക് നല്ല കറക്റ്റ് ആയിരുന്നു. കൂടുതലായിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എടുത്ത വെള്ളം കൂടുതലാണെങ്കിൽ ആ വെള്ളത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം വെള്ളം കുറവാണ് എടുത്തതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പിസ്സ ഡോ നല്ല സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ കമ്പൈനായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് നീഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല. ഇതിന് ഇത്ര വെള്ളം, ഇത്ര പൊടിയിലേക്ക് ഇത്ര വെള്ളം വേണമെന്നൊന്നുമില്ല. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡോ ഞാൻ ഒരു പലകയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലൊരു പലകയെ യൂസ് ചെയ്തിട്ട് അങ്ങ് കുഴച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഡോ ഇത്തിരി ഹാർഡായിട്ട് വരുന്ന പോലെ തോന്നി, അതായത് അധികം ഈർപ്പം ഇല്ലാത്ത പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നുമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മാവല്ല വേണ്ടിയത്, എന്നാൽ അത്ര ഡ്രൈ ആയിട്ടുള്ള ഒരു ഡോ അല്ല വേണ്ടിയത്. അപ്പോൾ ആ ഒരു പരുവം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ നമ്മുടെ മാവ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊന്നും ചെയ്യരുത്. ഇത് നമ്മുടെ ഈ ഡോ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഓയിൽ നമ്മുടെ ബൗളിൻ്റെ ചുറ്റിലും ഒരല്പം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പർ വെച്ചിട്ട് കവർ ചെയ്താലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വാമായിട്ടുള്ള പ്ലേസിൽ നമ്മളിത് കൊണ്ടുവെക്കുക.
ഇനിയിപ്പോൾ നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഓവനിൽ വെച്ചാൽ മതി, ജസ്റ്റ് ലൈറ്റ് ഇട്ടിട്ടൊന്ന് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതൽ ചൂടുള്ള പ്ലേസിലാണ് താമസിക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്, നിങ്ങൾ താമസിക്കുന്ന പ്ലേസിനനുസരിച്ചിട്ടിരിക്കും ഇത് പൊങ്ങി വരുന്ന ടൈം. ഇനി ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ക്യാപ്സിക്കം തന്നെ റെഡ്, ഗ്രീന്, യെല്ലോ, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ഒനിയൻ, ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ രീതിയിൽ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എല്ലാം ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് എങ്കിൽ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിത് 1.5 മണിക്കൂർ നമ്മുടെ ഡോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കൂടുതൽ ടൈം ഞാൻ എടുത്തിട്ടില്ല. ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചാൽ ഇതിനേക്കാളും അങ്ങ് ബൂമായിട്ട് കിട്ടും. പക്ഷേ അത്ര ടൈം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ ഇതിനേക്കാളും നല്ല ബൂമായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരല്പം മൈദപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അധിക ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഇത് 2 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്യണം. നമ്മളിവിടെ 2 പിസയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്ന് നമ്മൾ പാനിൽ ഡയറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്, ഒന്ന് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ പിസ്സ ഡോ എടുത്തിട്ട് ഈവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പതിയെ ഇതുപോലെ കൈ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ഒരേ കട്ടിയിൽ ആവണം. അല്ലാതെ ഒരു സൈഡ് കട്ടി കൂടുതലും മറു സൈഡ് കട്ടി കുറവും അങ്ങനെ ആവരുത്. പിന്നെ നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ സെൻറ്റർ പോർഷന് കട്ടിയായി വരും. അപ്പോൾ സെൻറ്ററിലും നമ്മൾ ലെവൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെ ആ പാനിലും നമുക്കങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഓയിലാക്കിയതിന് ശേഷം നമുക്ക് പിസ്സ ഡോ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ടും ഞാൻ നല്ല വൃത്തിയിൽ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒന്നും കൂടി ഇത് സോഫ്റ്റായിട്ട് കിട്ടും. ആ ടൈമിൽ നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബ്ലോക്കായിട്ട് മേടിക്കാൻ കിട്ടും. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ ബ്രാൻഡ് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ മൊസറല്ല ചീസ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്ലൈസർ വെച്ചിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ബ്ലേഡാട്ടോ ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നീളത്തിൽ ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും ചെറിയ ഹോൾസുള്ള സ്ലൈസർ യൂസ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. നിങ്ങൾ എന്തായാലും ഇങ്ങനെ നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ ചീസ് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കത്തി വെച്ചിട്ട് അങ്ങ് സ്ലൈസ് ചെയ്തെടുത്താൽ ചീസ് മെൽറ്റായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ ബാക്കിയുണ്ട്. ഇനി ചീസ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബാക്കി ഞാൻ ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വീണ്ടും സൂക്ഷിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പിസ്സ 15 മിനിറ്റ് ശേഷം എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ബേക്കായി വരുമ്പോൾ നമ്മുടെ ഈ മാവ് പൊങ്ങി വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഫ്ലെയിം നന്നായിട്ട് ലോയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റൗവിൽ ഞാൻ ഡയറക്റ്റ് അല്ല വെച്ചിട്ടുള്ളത്. അതിന് താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ശേഷം നമുക്ക് എടുത്തു നോക്കാം. ഇനി ആ ടൈം കൊണ്ട് നമുക്ക് ഈ പിസ്സ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന്
ഇതിൽ കുത്തി കൊടുക്കുക. നമ്മളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബേക്കായി വരുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും, അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ പിസ്സ നടുഭാഗമൊക്കെ അങ്ങ് പൊങ്ങിപ്പോവും. അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എന്തുകൊണ്ടും കടയിൽ നിന്ന് മേടിക്കുന്ന പിസ്സ സോസിനെ എന്തുകൊണ്ടും നമുക്ക് ലാഭമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും പിസ്സ സോസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ സോസ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ലെയറായിട്ടാണ് ചീസ് ഇടുന്നത്. ഇവിടെ ചീസ് പൊതുവേ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ ഞങ്ങൾ ചീസ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര ചീസ് വേണ്ടെങ്കിൽ ഇത്ര ഇടണമെന്നില്ല. നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചീസൊക്കെ ഇട്ട് കൊടുക്കാം. സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് ഞാനിവിടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീസ് നമ്മൾ ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കണം. വെജിറ്റബിൾസ് അങ്ങ് റാൻഡം ആയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് വേറെ ഹെർബ്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആകുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ, ബേസിലൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാനിൽ കുക്ക് ചെയ്യാൻ വെച്ച പിസ്സൻ്റെ ബേസ് ഇവിടെ കുക്കായിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞ് വന്നിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഈ സൈഡിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പിസ്സ സോസും ചീസും എല്ലാം വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പിസ്സ സോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ പോയിട്ട് കാണുക. അപ്പോൾ പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചീസ് വെച്ച് കൊടുക്കുക, വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക, പിന്നെയും ചീസ് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ ചീസ് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് തികഞ്ഞില്ല, അപ്പോൾ വീണ്ടും ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പാൻ പിസ്സ കുക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് മുന്നേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പിസ്സ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനാണിത്. മീഡിയം ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പിസ്സൻ്റെ ആ പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു 20 മിനിറ്റ്. ഇനി ഞാൻ നമ്മുടെ പാൻ പിസ്സ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ലോ ഫ്ലെയിമിലാട്ടോ, അത് മീഡിയം ഫ്ലെയിമല്ല, ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ താഴെ ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നമ്മുടെ ഉണക്കമുളക് ചതച്ചത് ഒന്ന് വിതറി കൊടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കണം, നല്ല എരിവുണ്ടാകും. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ചീസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ പാനിൽ വെക്കുന്ന പിസ്സൻ്റെ ബേസ് നല്ല ക്രഞ്ചി ആയിരിക്കും. മറിച്ച് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിൽ ഇറക്കി വെച്ച് ബേക്ക് ചെയ്യുന്ന പിസ്സൻ്റെ ബേസ് ഇത്തിരി സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എനിക്ക് പാൻ പിസ്സയാട്ടോ ഇഷ്ടമായത്. ഇത്തിരി ക്രഞ്ചി ആയിട്ടുള്ള പിസ്സ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടിവശം കാണിച്ചു തരാം. ഒട്ടും തന്നെ ബേണായി പോയിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു പിസ്സ കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ മറ്റേ പാനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വെച്ച പിസ്സൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അത് ഷാർപ്പ് 20 മിനിറ്റ് ആട്ടോ അത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്